ചായ കൊടുക്കുമോളെ. ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നോ? എങ്കിൽ ഞാനും വരുമായിരുന്നു കേട്ടോ. അതിനെന്താ, മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടേട്ടാ? അതെ അതെ. എന്തോ എവിടെയായി കുട്ടി? ഒന്ന് കണ്ട് കൊതി മാറാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ, മുത്തശ്ശി വിളിക്കണോ? ഞാൻ പോണു കേട്ടോ. നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ? അതെ അതെ. കുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല. അമ്മയെപ്പോലെയാകുമല്ലേ? അവളുടെ അമ്മ എത്ര സുന്ദരിയായിരുന്നോ? ആ, ഏതാണ്ടതൊക്കെ പോലെ. കുട്ടേട്ടാ, കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത്? എനിക്കതിൽ ഒട്ടും വിഷമമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായതില് ഇപ്പൊ ഞാൻ സന്തോഷിക്കുക. എന്തായിരുന്നു അവരുടെ പേര്? എന്റെ സീതേ, നീ ആ കഥകളൊക്കെ എന്നെ ഇനി ഓർമ്മിപ്പിക്കല്ലേ. മറന്നു കളഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഇന്നെന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഇനി ആ സ്ത്രീയെക്കുറിച്ചോ പഴയ കഥകളെ കുറിച്ചോ ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ആ നോട്ടവും ചിരിയും വർത്താനവും ഒക്കെ കുട്ടിനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ അല്ലേ നാരായണ? നല്ല ചായ ഉണ്ട്. എന്റെ ഗോപാല, നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കായിരുന്നില്ലേ? എങ്കിൽ എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ? മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞാരില്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത്. ഈ കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ. അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? മോക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛന്റെ വീട്ടിലാ മോളിപ്പോ ഇരിക്കുന്നത്. മോളുടെ അച്ഛമ്മയാണ് ഞാൻ. എന്റെ കുട്ടന്റെ മോളാ നീ. സത്യാണോ ഈ പറഞ്ഞത്? അതേ മോളെ, പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സത്യാണോ? അതെ മോളെ. അമ്മേന്നൊന്ന് വിളിച്ചേ. അമ്മേന്നൊന്ന് വിളിക്കും മോളെ. അമ്മേ, അമ്മേ. യെസ്, വിഷ്ണു സ്പീക്കിംഗ്. ആ, ഞാനാ തോമസ് ചാക്കോ. ഇപ്പൊ എത്തിയേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? കാര്യങ്ങള് അത് പിന്നെ ഞാൻ നേരിട്ട് പറയാം. താനെന്താ ഉരുളുന്നേ? ആഴ്ച വന്നു കഴിഞ്ഞു, നീ എന്റെ ഊഴവാ. ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ വിളിക്കാം. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാനിന്ന് വീട്ടിലേക്ക് പോട്ടെ? ആ, അത് നന്നായി. അല്ല പിന്നെ സീതേ, നീ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പോണ്ടെന്ന് പറയാ. എന്തിനും ഞങ്ങൾ വിളിച്ചോണ്ട് പോവാ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അയ്യോ, അതെന്തിനാ? അവളെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റണില്ല കുട്ടേട്ടാ. സീത, അവിടെ പഠിപ്പ് കളയാൻ പറ്റുമോ? കോളേജ് ഉടനെ തുറക്കില്ലേ? അവളെ പഠിപ്പ് അങ്ങ് പൊയ്ക്കോട്ടെ. അവള് പഠിച്ച് ജോലി ചെയ്തിട്ട് വേണ്ട ഇവിടെ കുടുംബം പുലർത്താൻ. അതല്ല, നിർബന്ധമാണെങ്കിൽ നാട്ടിലുണ്ട് നല്ല കോളേജ്. അതൊക്കെ അടുത്ത കൊല്ലം ആവമ്മേ. ഇക്കൊല്ലം ഇവിടെ അങ്ങ് അവള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇക്കൊല്ലം ഇനി അവള് കോളേജിൽ പോകുന്നില്ല. 10-12 കൊല്ലം പൂജയും പ്രാർത്ഥനയും ചെയ്തതിന്റെ ഫലം ഇപ്പോഴാ കിട്ടിയത്. എന്റെ കാര്യം പോട്ടെ, ഇവൾക്ക് വലിയ ആഗ്രഹങ്ങള്. ഇനി മോള് ഇവളുടെ കൂടെ വളർന്നാ മതി. അമ്മേ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. മോളുടെ കാര്യങ്ങൾ ഇനി നീ മാത്രം തീരുമാനിച്ചാ പോരാ,
അതിന് ഞങ്ങൾക്കും ഉണ്ട് അവകാശം. ആ എനിക്കെന്താ അവകാശം? അതല്ല, നിനക്ക് അവളെ പിരിയാൻ പറ്റില്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ പോരെ. അപ്പൊ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മേ? മോളെ കാണാൻ വേണ്ടി മാത്രമല്ലേ നീ മലമുകളിൽ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ പോരെ. ആ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങ് വിറ്റുകളാ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് പോവാൻ കുട്ടേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ മോള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളരട്ടെ. സീതേ, നീ എന്തോന്ന് അവന്റെ അടുത്ത് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ചെന്ന് അവന്റെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല്ലെ. എടാ, ഇനിയെങ്കിലും മീശയും കറുപ്പിച്ച് പിള്ളേരെ കളിച്ച് നടക്കാതെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പ്രായമായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നീ, അത് മറക്കണ്ട. സാറ് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി വീട്ടിലേക്കോ? ആ എടാ ഭയങ്കര. അയാൾ ആള് കൊള്ളാവല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ ഒരു സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ? ഇവിടെ വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ. നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഒരു മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ, അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാം. എന്താടാ? എന്തു പറ്റി? അത്താഴമൊന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗ്ലാമറൊക്കെ പോയല്ലോ സാറേ.